ഒരു മികച്ച ഭരണാധികാരി ഉണ്ടായിരിക്കുക എന്നതിൽ കവിഞ്ഞൊരു ഭാഗ്യം ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് വേണം പറയാൻ. എത്ര വലിയ ദുരന്തങ്ങൾ വന്നാലും പ്രതിരോധിക്കാൻ പറ്റാതെ ജനങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയായാലും ഒരു നല്ല കപ്പിത്താൻ ഉണ്ടെങ്കിൽ എവിടെയും ഉലയാതെ വഞ്ചി ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേരുമെന്ന് തീർച്ചയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യം പിണറായി വിജയനും LDF സർക്കാരിനുമാണ്. ഇടതുപക്ഷത്തിന്റെ ആ കൈക്കരുത്തിൽ നമ്മൾ അതിജീവിച്ച പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് വേണം പറയാൻ. ലോകവും രാജ്യവും കേരളത്തെ അതിശയത്തോടെ നോക്കി കാണുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. എങ്ങനെ ഇത്തരം സാഹചര്യങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് അതിജീവിക്കാൻ കഴിയുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എല്ലാ മേഖലകളിലും കേരളത്തെ നമ്പർ 1 ആക്കാനായി. തകരട്ടെ എന്ന് ആഗ്രഹിച്ച കേന്ദ്രത്തിന് പോലും മികച്ച സംസ്ഥാനം എന്ന അവാർഡുകൾ നൽകേണ്ട സ്ഥിതി വന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിയാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി. 2016 തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു നാടിന്റെ ഭരണ സാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണമെന്നും മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഇവിടെയും വേണമെന്നും ആഗ്രഹിച്ചാണ് ജനങ്ങൾ ഭരണം നൽകിയത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളും മാരകമായ പകർച്ചവ്യാധികളുമെല്ലാം പ്രതിസന്ധിയിലായി. ഇതെല്ലാം നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ എല്ലാറ്റിനെയും അതിജീവിക്കാൻ കഴിഞ്ഞു. നിപയും ഓഖിയും 2018 മഹാപ്രളയവും 2019 കാലവർഷക്കെടുതിയുമെല്ലാം അതിജീവിച്ചു വരുന്നതിനിടെയാണ് കോവിഡ് ആക്രമണം ഉണ്ടാകുന്നതെന്നും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയതെന്നും പിണറായി വിജയൻ പറയുന്നു. മാത്രമല്ല, ദേശീയപാത നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകും. ഉദ്ഘാടനം കഴിഞ്ഞാൽ യാത്ര കൂടുതൽ സുഗമമാവും. 2016 സർക്കാർ തന്നെ 2021 തുടരുന്നതിനാലാണ് ഇന്ന് ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതെന്നും പിണറായി വിജയൻ പറയുന്നു. എന്നാൽ ദുരന്തങ്ങളിലും മഹാമാരികളിലും ഒരു ഘട്ടത്തിലും കേരളത്തിന് കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുമായി. കേരളം തകരട്ടെ എന്ന് കേന്ദ്രം ആഗ്രഹിച്ചെങ്കിലും രാജ്യത്തിന് മുൻപിൽ നമ്പർ 1 എന്ന അവാർഡുകൾ കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നുവെന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. കേന്ദ്രത്തോടൊപ്പം ചേർന്ന് ഇടത് വിരുദ്ധ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്നും പിണറായി വിജയൻ പറയുന്നു. നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി K രാജൻ പറയുന്നു. കേരളം എന്ന നാടുണ്ടെന്ന് ഓർക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. കേന്ദ്ര ബജറ്റിൽ ചൂരൽമല എന്ന വാക്കുണ്ടായിരുന്നില്ല. വയനാട്ടിലെ അവസാന ദുരന്ത ബാധിതനെയും കേരളം പുനരധിവസിപ്പിക്കും. ഇത് കേരള സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.